ശൈലജ നടന്നവരെ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് 12 വർഷമായിട്ട് രക്തസ്രാവം ഉണ്ടായിരുന്ന ഒരു സ്ത്രീ ശുദ്ധയാക്കപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അശുദ്ധി ഉണ്ടായിരുന്ന ഒരു സ്ത്രീ ഈശോ വഴി ശുദ്ധയാക്കപ്പെട്ടു എന്നുള്ളതാണ്. എത്ര വർഷം അശുദ്ധമായിരുന്നു? 12 വർഷം അശുദ്ധമായിട്ടുള്ള ഒരു രോഗം ഉണ്ടായിരുന്ന ഒരു സ്ത്രീ, അല്ലെങ്കിൽ 12 വർഷത്തോളം അശുദ്ധി എന്ന് സ്വയം കരുതിയിരുന്ന, സമൂഹം കരുതിയിരുന്ന ഒരു സ്ത്രീ ഒരു നിമിഷം കൊണ്ട് ഈശോ വഴിയായിട്ട് ശുദ്ധയാക്കപ്പെട്ടു എന്ന കാര്യമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്. ഇന്നത്തെ സുവിശേഷം നമ്മൾ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിന്റെ ജീവിതത്തിലെ അശുദ്ധികളെല്ലാം ഈശോയെ സമീപിച്ച് ശുദ്ധിയുള്ളവനാക്കണം. ആ അശുദ്ധിയെല്ലാം കളഞ്ഞ് നീ ശുദ്ധിയുള്ളവനാകണം, ശുദ്ധിയുള്ളവളാകണം എന്ന് ഇന്നത്തെ സുവിശേഷം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഇന്നത്തെ ലേഖനഭാഗത്തിൽ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനത്തിലൂടെ പൗലോസിനെ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. ഇത് ഏതെങ്കിലും ശാരീരികമായിട്ടുള്ള രോഗത്തിൽ നിന്നുള്ള വിശുദ്ധീകരണമല്ല, മറിച്ച് പൗലോസിലെ പറയുകയാണ് അസന്മാർഗികതയിൽ നിന്നുള്ള ഒരു വിശുദ്ധിയാണ്. നിങ്ങളുടെ ശരീരത്തെ പരിശുദ്ധമായി വിശുദ്ധമായി കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് നിങ്ങൾ പഠിക്കണം എന്ന് പറയുകയാണ്. ചുരുക്കത്തിൽ ഇന്നത്തെ 2 വായനകളിലൂടെയും സഭ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മൾ അശുദ്ധമായ കാര്യങ്ങളിൽ നിന്ന് തിരിഞ്ഞ് വിശുദ്ധമായ കാര്യങ്ങളിലേക്ക് മനസ്സ് വെക്കണം എന്നുള്ളത്. വിശുദ്ധിയിലേക്ക് നമ്മൾ തിരിയണം, വിശുദ്ധമായി ജീവിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. അത് നിന്റെ ജീവിതത്തിൽ ഈ അശുദ്ധി എന്നുള്ളൊരു മേഖല അത് എത്ര വർഷം പഴക്കമുള്ളതാണെങ്കിൽ പോലും ഇന്നത്തെ സുവിശേഷത്തിൽ പറയുന്നുണ്ട് 12 വർഷമായിട്ട് ഈ രോഗം ഉണ്ടായിരുന്നവളാണ്. ഈ രോഗം മാറാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തവളാണ്. പക്ഷേ ഈശോയുടെ ഒരൊറ്റ നിമിഷത്തെ ഒരു എൻകൗണ്ടർ അല്ല, ഈശോയുമായിട്ടുള്ള ഒരൊറ്റ നിമിഷത്തെ ഒരു കണ്ടുമുട്ടലാണ് ഇവള് മാറ്റുന്നത്. ഇത്രയും വലിയ അശുദ്ധിയിൽ നിന്നും ഇവള് മാറ്റുന്നത് വിശുദ്ധിയിലേക്ക് ഈ സ്ത്രീയെ നയിക്കുന്നത് ഒരൊറ്റ നിമിഷമാണ്. സ്നേഹമുള്ളവർ, ഇന്നത്തെ വചനഭാഗം നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു കാര്യം ഇത് തന്നെയാണ്. നിന്റെ ജീവിതത്തിലെ അശുദ്ധമായ മേഖല അത് എത്ര പഴക്കമുള്ളതാണെങ്കിൽ പോലും ഈശോയുമായിട്ടുള്ള ഒരൊറ്റ നിമിഷത്തെ കണ്ടുമുട്ടൽ, നല്ലൊരു കുമ്പസാരം എന്നെ വിശുദ്ധമാക്കി തീർക്കും എന്നുള്ളതാണ്. വിശുദ്ധിയിലേക്ക് നടക്കാം, വിശുദ്ധമായി ജീവിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.